ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവർ ഏറെ കാലമായി കാത്തിരുന്ന ഒരു ഫീച്ചർ ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു അപ്ഡേറ്റ് എന്നല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം. എൻ്റെ ഈ ഒരു ചാനലിൽ ഈ ഒരു കാര്യം ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷേ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അവർ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു അവർക്ക് ഈ കാര്യം വന്നിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എല്ലാം ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഈ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് യുവർ വീഡിയോസ് എന്നൊരു ഓപ്ഷൻ താഴെ വന്നിരിക്കുന്നത് കാണാം. ഇങ്ങനെ യുവർ വീഡിയോസ് എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇനി നമുക്കിവിടെ വീഡിയോസ് അതുപോലെ ഷോർട്സ് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ ഷോർട്സിലാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഇവിടെ ഷോർട്സ് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഷോർട്സ് വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും. ഇനി ഇവിടെ നിന്നും ഈ ഒരു ഷോർട്സിന്റെ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ വന്നിരിക്കുന്ന ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇത്തരത്തിൽ എഡിറ്റ് എന്നതിൽ പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ഈ ഒരു ഇമേജ് എല്ലാം വന്നിട്ടുണ്ട്. അതായത് ഈ വീഡിയോയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ഇമേജ് എല്ലാമാണ്. ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഇമേജിന് മുകളിലായി നിങ്ങൾക്ക് വീണ്ടും ഒരു പെൻസിൽ ഐക്കൺ എല്ലാം ലഭിക്കും. അതായത് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ഷോർട്സിൻ്റെ സൈഡിലായി ഒരു പെൻസിൽ ഐക്കൺ എല്ലാം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീഡിയോയിലുള്ള ഒരു സീക്വൻസ്, അതായത് നിങ്ങൾ 60 സെക്കൻഡ് വീഡിയോ അല്ലെങ്കിൽ 30 സെക്കൻഡ് വീഡിയോ എത്ര സെക്കൻഡാണോ ചെയ്തിരിക്കുന്നത് ആ ഒരു ഷോർട്സ് വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം സെലക്ട് ചെയ്ത് അതിനുശേഷം അതിനടുത്തായി നിങ്ങൾക്ക് ആൽഫബറ്റ് എന്നൊരു ഓപ്ഷനും ഫിൽട്ടർ എന്നൊരു ഓപ്ഷനും കൂടി ലഭിക്കുന്നുണ്ട്. ഈ ആൽഫബറ്റ് എന്നതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന, അതായത് നിങ്ങളുടെ ഷോർട്സിൽ നിന്നും സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്ത് അതിന് മുകളിലായി നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വാട്സപ്പിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ വാട്സപ്പ് അപ്ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെയുള്ള എന്തെങ്കിലും കമൻസ് എല്ലാം നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫേസ് എല്ലാം കാണിച്ചുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫിൽട്ടർ എല്ലാം യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുത്ത് നമുക്ക് ഈ ഒരു ഷോർട്സിന് വേണ്ട നല്ല ഒരു തംബ്നെയിൽ എല്ലാം ജനറേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ വച്ചിരിക്കുന്ന ഒരു തംബ്നെയിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിലുള്ള ഒരു സീക്വൻസ് സെലക്ട് ചെയ്ത് അതിൽ കമൻ്റ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ഒരു തംബ്നെയിൽ എല്ലാം നിങ്ങളുടെ ഷോർട്സിന് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ വളരെ യൂസ്ഫുൾ ആയ ഒരു അപ്ഡേറ്റ് തന്നെയാണിത്. നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് എന്തായാലും ഇപ്പോൾ ഈ ഒരു ഫീച്ചർ വന്നിട്ടില്ല. നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്